ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ദുബായ് മാളിലേക്ക് പോയതും ബുർജ് ഖലീഫ കണ്ടതും പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല കിഡിലൻ ഏരിയാസ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നിസ്കാരവും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മൾ എവിടെയും നിർത്താതെ നേരെ ദുബായ് മാളിലേക്ക് തന്നെ പോയി. അപ്പോൾ ഏകദേശം ഞങ്ങൾ ദുബായ് മാളിലേക്ക് എത്താനായി. ഇപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാം. നല്ല രസമുള്ള കാഴ്ചയാണ്. രണ്ട് സൈഡും കുറേ ബിൽഡിങ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളി രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. ദുബായ് മാളിലേക്ക് പോകുന്ന ആ വേ തന്നെയാണ് സീസിയൻ ബുറാക്കിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷെഫാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ആ ഏരിയയിലേക്കാണ്. അപ്പോൾ ആ ഏരിയ വരുന്നത് ഡൗൺ ടൗൺ ദുബായിലാണ്. അപ്പോൾ അവിടെ വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറഞ്ഞ് ഒരു ഈഗിളിൻ്റെയോ ഫാൽക്കണിൻ്റെയോ ഒരു വിങ്സ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്ത് അവിടെ ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഫോട്ടോസൊക്കെ കാണാൻ. ബാക്കിൽ ബുർജ് ഖലീഫയൊക്കെ ആയി വന്ന് പിന്നെ രണ്ട് വിങ്സിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ നല്ല ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല അടിപൊളി ഫോട്ടോ കിട്ടി അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ബുർജ് ഖലീഫിൻ്റെ ആ ഭാഗത്തേക്ക് നടന്ന്. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വലിയ ചൂടൊന്നും ഇല്ലാതെ. ഇവിടെ വലിയ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ബുർജ് ഖലീഫയൊക്കെ കാണാൻ. അറൗണ്ട് 6 o'clock ആകുമ്പം ഇവിടെ വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. അകത്ത് കയറിയപ്പാടെ ഞങ്ങൾ കണ്ടത് ഒരു കിഡിലൻ വാട്ടർഫാളാണ്. കുറേ ആൾക്കാർ വാട്ടർഫാളിലേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യുന്നത് പോലെയൊക്കെ ആയിട്ടാണ് ഇവിടെ ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ അവിടെയുള്ള ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ എല്ലാ ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കബാബ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബോസ്നിയൻ കബാബ് എന്നുള്ള ആ ക്യൂസിനിലേക്ക് പോയി. ഇവിടെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പം അവിടുത്തെ സ്റ്റാഫ് വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവർ നമ്മളോട് പെരുമാറിയത്. അവിടുത്തെ സെറ്റപ്പും അവരെ സ്റ്റാഫിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കബാബൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി നേരെ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിനി പോകുന്നത്. ഞങ്ങൾ അക്വേറിയം കാണാൻ പോകുന്ന വഴിയിൽ ഐസ് സ്കേറ്റിംഗ് ഒക്കെ കണ്ട് കുറേ കുട്ടികൾ അവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. കുറച്ച് സമയം നമ്മൾ അതൊക്കെ കണ്ട് അവിടെ അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ ഇൻഫർമേഷൻ ഡെസ്ക് ഒക്കെ നോക്കി അക്വേറിയത്തിൻ്റെ ആ ഒരു ഏരിയ നോക്കി നടന്ന് അങ്ങനെ ഞങ്ങൾ അക്വേറിയത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ അണ്ടർഗ്രൗണ്ട് അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കാണാനൊന്നുമില്ല. അത്യാവശ്യം പുറത്ത് നിന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ മോന് ആദ്യമായിട്ടാണ് അക്വേറിയം കാണുന്നത്. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയി. പുറത്തുനിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം മീനുകളൊക്കെ കാണുന്നുണ്ട്. ഫിഷിനൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഫിഷ് നമ്മളടുത്തേക്ക് വന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഭാഗത്തേക്കൊക്കെ ഫിഷ് വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. പലതരം മീനുണ്ട് ഇവിടെ. ഓരോ മീനിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ടൈം അങ്ങനെ ഫിഷിനൊക്കെ നോക്കി അവിടെ അങ്ങനെ നിന്ന് അങ്ങനെ മീനിനൊക്കെ കണ്ട് ഞങ്ങൾ ബുർജ് ഖലീഫിൻ്റെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി ദുബായ് മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ലൈറ്റ് ഷോൻ്റെ കൂടെ തന്നെ അവിടെ വാട്ടർ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ കുറേ ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.